ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് രാവിലെ തന്നെ ചായക്കിട്ട് രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പത്തിരിയാണ്, കട്ടിപ്പത്തിരി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ പത്തിരിപ്പൊടി വാട്ടാണ്. അപ്പം നമ്മൾ വാട്ടിയിട്ട് ചൂട് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് നന്നായിട്ട് കുഴച്ച് കുറച്ച് തേങ്ങ ഇട്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കൽ കേട്ടോ. അപ്പം ജസ്റ്റ് ആ തേങ്ങയിലിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. സൂപ്പർ പത്തിരി പ്രസ് ഇട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്യാറ്. തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യും കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ നെയ്യും പഞ്ചസാരയൊക്കെ ആക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് കഴിക്കൽ കേട്ടോ. അതിനുശേഷം ഉച്ചക്കൊക്കെയുള്ള പ്രിപ്പറേഷനായിട്ട് മീൻ കറിയാണെന്ന് വെക്കുന്നത്. അപ്പം മീൻ കറിയും ചോറും മീൻ പൊരിച്ചതും വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഉച്ചക്കത്തുള്ള പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ കേട്ടോ. പണികളൊക്കെ പെട്ടെന്ന് തീർത്താൽ തന്നെ പെട്ടെന്ന് നമ്മൾ ക്ലീനിങ്ങും പരിപാടി കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആവാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും കുക്കിങ് പെട്ടെന്ന് രാവിലെ തന്നെ വേഗം തീർക്കലാട്ടോ. പിന്നെ നമ്മൾ ഫിഷ് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല കൂട്ടണം. അങ്ങനെ സിമ്പിൾ പൊടികളൊക്കെ ഞാൻ ചേർക്കുന്നുള്ളൂ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുന്ന അങ്ങനെ ഒരു ഈസി. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വിനാഗിരി, പിന്നെ വെളിച്ചെണ്ണ. അത് അത്ര ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് മീൻ അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മീൻ പുരട്ടി കൊടുക്കുക കേട്ടോ. അപ്പം ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് അത് പൊരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറും വെച്ചിട്ട് നമ്മൾ ക്ലീനിങ്ങിൽ പരിപാടിക്ക് പോകാമെന്നാണ് വിചാരിക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഏകദേശം നമ്മളതെല്ലാ പണികളും കിച്ചണത്തെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ട്, കുറച്ച് പാത്രം കഴുകാനും. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് ജ്യൂസ് കുടിച്ചിട്ടു. അപ്പം ഞങ്ങൾ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ജസ്റ്റ് അങ്ങനെ ഒന്ന് കുടിച്ച് പിന്നെ അടിച്ചു വാരൽ, അലക്കൽ, തുടക്കൽ എന്ന് പറഞ്ഞിട്ട് ഏകദേശം നമ്മൾ പരിപാടികളൊക്കെ പെട്ടെന്ന് തീർത്ത് അതിനുശേഷം നമ്മളൊന്ന് ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. നമ്മൾ ഏകദേശം ഒരു ബ്രഞ്ച് ടൈം ആയിട്ടുണ്ടാവും. നമ്മളൊരു 12 മണി ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ പെട്ടെന്ന് ഫുഡ് കഴിക്കാറുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചോറും മീൻ കറിയും മീൻ പൊരിച്ചത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അത് കഴിക്കണം. അപ്പോൾ അത് കഴിച്ചിട്ട് ജസ്റ്റ് കിടക്കും കേട്ടോ. അതല്ലെങ്കിൽ എന്തെങ്കിലും ഫോണിൽ റീൽസോ കാര്യങ്ങളോ അങ്ങനെ കിടക്കും. ഏകദേശം വൈകുന്നേരം ഞങ്ങൾ എന്തെങ്കിലും ചായയും പഴംപൊരിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കട്ടോ. അപ്പം ഒരു 3 മണി ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ എണീറ്റെന്ന് എന്തായാലും ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ പാൽ ചായ ഉണ്ടാക്കാറ് കേട്ടോ. പാൽ ചായയും പിന്നെ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു ഈസി ആയിട്ടുള്ള ഒരു പഴംപൊരിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മളെന്തായാലും അത് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം അതിലേക്കുള്ളത് മൈദ, കുറച്ച് അരിപ്പൊടി, പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡ, ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി. ഉപ്പിടുന്ന വീഡിയോ ക്ലിപ്പ് മിസ്സായിട്ടുണ്ട് തോന്നുന്നുണ്ട്. കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. നമ്മൾ നല്ല കട്ടിയും പാടില്ല, നല്ല ലൂസും പാടില്ല, ആ ഒരു കൺസിസ്റ്റൻസി ആവുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ശേഷം നമ്മൾ എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ പൊരിക്കുകയാണ് കേട്ടോ. നമ്മൾ പൊരിച്ചെടുക്കാം. പിന്നെ നമ്മൾ പഴം ഞാനെന്നും ഈ ഒരു സൈഡാക്കിയിട്ടാട്ടോ ഞാൻ കട്ട് ചെയ്യാറ്. നേരല്ല, ഒരു സൈഡൊക്കെയാണ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക ചെയ്യാറ്. പെട്ടെന്ന് വേവ് കിട്ടും. നമ്മൾ ചെറിയ ചട്ടിയിലൊക്കെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള നമ്മുടെ ഓയിലും വേസ്റ്റ് ആവില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെറുതാക്കിയിട്ടാണ് ചെയ്യാറ് കേട്ടോ. ടേസ്റ്റും അതാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത്.
അപ്പോൾ നമ്മളങ്ങനെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചായ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അത് രണ്ടും കൂടി കഴിച്ചു കൂട്ടാം വൈകുന്നേരം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ശേഷം വെറുതെ നമ്മൾ ഈവനിങ് ആകുമ്പം വന്ന് മുറ്റത്തേക്കൊക്കെ ഇറങ്ങി അങ്ങനെയാണ്. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം പഴംപൊരിൻ്റെ റെസിപ്പി ഡീറ്റെയിൽസ് ആയിട്ടാണെങ്കിൽ ഞാനൊന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.